സംസ്ഥാന ഭാരവാഹികളെ അടക്കം പ്രഖ്യാപിക്കാനുള്ള മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി യോഗം മാറ്റിവെച്ചു. നിശ്ചിത സമയത്തിനകം മുസ്ലിം ലീഗിന്റെ ജില്ലാ കമ്മിറ്റി ഭാരവാഹികളെ നിശ്ചയിക്കാൻ പറ്റാതിരുന്നതാണ് സംസ്ഥാന കൗൺസിൽ യോഗം മാറ്റാൻ കാരണമായത്. എന്നാൽ സസ്പെൻഷനിലായ മുൻ സംസ്ഥാന സെക്രട്ടറി KS ഹംസ നൽകിയ കേസ് യോഗം നടത്തിപ്പിനെ ബാധിക്കുമെന്നതിനാലാണ് കൗൺസിൽ നീട്ടിയതെന്നും ആക്ഷേപമുണ്ട്. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് ഒഴികെയുള്ള മറ്റു ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നതിനായാണ് ശനിയാഴ്ച കോഴിക്കോട് ലീഗ് ഹൗസിൽ സംസ്ഥാന കൗൺസിൽ യോഗം ചേരാനിരുന്നത്. എന്നാൽ തർക്കം കാരണം എറണാകുളം ജില്ലാ കമ്മിറ്റി ഭാരവാഹി തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ പൂർത്തീകരിക്കാൻ മുസ്ലിം ലീഗിന് സാധിച്ചിട്ടില്ല. പത്തനംതിട്ടയിലും സമാനമായ സ്ഥിതിയുണ്ട്. സംസ്ഥാന കൗൺസിൽ യോഗത്തെക്കുറിച്ച് പ്രതിനിധികളെ 7 ദിവസം മുൻപ് അറിയിക്കണമെന്നാണ് ചട്ടം. എറണാകുളത്തും പത്തനംതിട്ടയിലും ജില്ലാ കമ്മിറ്റി ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്നത് വൈകിയതോടെ ഈ ചട്ടം പാലിക്കാൻ പറ്റാത്ത സ്ഥിതിയുണ്ടായി. അതിനാലാണ് ശനിയാഴ്ചത്തെ യോഗം മാറ്റിവെച്ചതെന്നാണ് മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വം വിശദീകരിക്കുന്നത്. അതേസമയം മുസ്ലിം ലീഗിന്റെ പ്രവർത്തക സമിതിയിൽ ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയെ വിമർശിച്ചതിന്റെ പേരിൽ മുൻ സംസ്ഥാന സെക്രട്ടറി KS ഹംസയെ മാസങ്ങൾക്ക് മുൻപ് പാർട്ടി സസ്പെൻഡ് ചെയ്തിരുന്നു. ഇത് സംബന്ധിച്ച് കോഴിക്കോട് മുൻസിഫ് അഡീഷണൽ കോടതി 2 KS ഹംസ നൽകിയ ഹർജിയിൽ കേസും നിലനിൽക്കുന്നുണ്ട്. ഹംസയെ പാർട്ടി സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും താഴെ തട്ടിലെ കൗൺസിലുകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു വന്നാൽ അദ്ദേഹം സംസ്ഥാന കൗൺസിലിൽ പങ്കെടുക്കുന്നത് വിലക്കരുതെന്ന് കോടതി ഇടക്കാല ഉത്തരവിട്ടിരുന്നു. ചേലക്കര നിയോജക മണ്ഡലത്തിൽ നിന്ന് കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട ഹംസ ജില്ലാ കൗൺസിലിലേക്കും അതുവഴി സംസ്ഥാന കൗൺസിലിലേക്കും എത്താൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയതിനാലാണ് സംസ്ഥാന കൗൺസിൽ യോഗം മാറ്റിവെച്ചതെന്നും ആക്ഷേപമുണ്ട്. കേസിൽ മുൻസിഫ് കോടതി ശനിയാഴ്ചയാണ് വിധി പറയുന്നത്. ആ വിധി പരിശോധിച്ച ശേഷം അനുകൂലമാണെങ്കിൽ 10-ന് ചെന്നൈയിൽ നടക്കുന്ന മുസ്ലിം ലീഗിന്റെ 75ാം വാർഷികാഘോഷങ്ങൾക്ക് ശേഷം സംസ്ഥാന കൗൺസിലിൽ ചേരാനാണ് തീരുമാനം. എന്തായാലും റമളാൻ വ്രതം തുടങ്ങും മുൻപ് തന്നെ കൗൺസിൽ യോഗം ചേർന്ന് മുസ്ലിം ലീഗിന്റെ പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിക്കാനാണ് നേതൃത്വം ലക്ഷ്യമിടുന്നത്. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.